എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ രുചികരമായിട്ട് തക്കാളി മുരിങ്ങയ്ക്ക ഒഴിച്ചുകറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതെല്ലാവരുടെ വീട്ടിലും തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണ്. എങ്കിൽ കൂടി നമ്മുടെ വീട്ടിൽ തയ്യാറാക്കുന്ന ഈ ഒരു സ്പെഷ്യൽ ടേസ്റ്റിലുള്ള തക്കാളിക്കറിയുടെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അധികം താമസിയാതെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു പിടി ചെറിയ ഉള്ളി, ഇതുപോലെ 2 പച്ചമുളക്, 2 വലിയ തക്കാളി വലിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ 2 മുരിങ്ങയ്ക്ക നന്നായിട്ട് വൃത്തിയാക്കി പിളർന്ന് വെച്ചിട്ടുള്ളത്, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് തക്കാളിയും ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, പച്ചമുളക്, മുരിങ്ങയ്ക്ക ഇത്രയും കൂടി ഇട്ടിട്ട് ചെറുതീയിലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. എപ്പോഴും ചട്ടിയാണ് ഈ ഒരു കറിക്ക് ഏറ്റവും നല്ലത്. ഇതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വേവാൻ ആവശ്യമുള്ള വെള്ളം എന്ന് പറയുമ്പോൾ 1 കപ്പോളം വെള്ളം മതിയാകും ഇത് വേവാനായിട്ട്. ഒരുപാട് വെള്ളം കൂടേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ആ ഒരു കഷ്ണം വേവുന്ന സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരപ്പിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 1/2 കപ്പ് തേങ്ങ, അതിലേക്ക് ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി, 2 ചെറിയ ഉള്ളി, അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമ്മൾ മുളക് പൊടിയാണ് ചേർക്കുന്നത്. നമ്മളിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി വേണം. അതുപോലെ ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടാനുള്ള ഒരു നുള്ള് ഉലുവാപ്പൊടി, ഇത് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ ഈ ഒരു കറിക്ക് കൊടുക്കും. ഇതെല്ലാം കൂടെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല മഷി പോലെ അരയ്ക്കാമെന്ന് പറയും. അപ്പോൾ നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ഒരു അരപ്പും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അരപ്പിട്ടതിന് ശേഷം ഒരുപാട് അങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. അപ്പോൾ അരപ്പിട്ടിട്ട് നമുക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കറി ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി, ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കറി നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. കടുക് താളിക്കാനായിട്ട് വെളിച്ചെണ്ണ, അതുപോലെ തന്നെ കടുക്, ചെറിയ ഉള്ളി വട്ടത്തിലരിയണം. ചെറിയ ഉള്ളി ഇടുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് കിട്ടുക. ഇതിലേക്ക് 2 വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് താളിച്ചൊഴിക്കാം. ഇങ്ങനെ താളിച്ചൊഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു കറിക്ക്. അപ്പോൾ ഈ ഒരു കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ ആ ഒരല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു നുള്ള് ഉലുവാപ്പൊടിയും ഇടുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റേ മാറിയും. അപ്പോൾ ഈ ഒരു പൊടിക്കൈ എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ള പൊടിക്കൈയാണ്. അപ്പോൾ അതിടുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് വേറെ ലെവലാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്